എനിക്കൊരു ഹെൽത്ത് ഇഷ്യൂസൊക്കെ വന്നിട്ട് ഇതിൻ്റെ പ്രിപ്പറേഷനിൽ തന്നെ ഒരു 2 months ബ്രേക്ക് വന്നായിരുന്നു. അപ്പോൾ പിന്നെ എനിക്ക് പഠിക്കുമ്പോൾ എന്നെക്കൊണ്ട് പറ്റുമോ, ഞാൻ ഓൾറെഡി പഠിച്ചതൊക്കെ മറന്നു പോവുമോ, അങ്ങനെയുള്ള കുറേ ടെൻഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്താണ് അലൻ സാറിൻ്റെ ഡെയിലി മോട്ടിവേഷൻ ആക്ച്വലി വരാറുണ്ടെങ്കിലും ഞാൻ ആദ്യമൊന്നും കേട്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ പിന്നെ അങ്ങോട്ട് ഞാൻ പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് ആ വോയിസ് ആയിരുന്നു കേട്ടുകൊണ്ടിരുന്നത്. എനിക്ക് എങ്ങനെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യണം എന്നതിനെക്കുറിച്ച് വലിയ ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഡയറി ഫാം ഇൻസ്ട്രക്ടറിൻ്റെ ഇൻ്റർവ്യൂ I+ കണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഉറപ്പായിരുന്നു ഇതിലും I+ അങ്ങനെ ഒരു ക്ലാസ് തരും. അപ്പോൾ നല്ല രീതിയിൽ എനിക്ക് കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാനായാലും ഒക്കെ നല്ല രീതിയിൽ I+ൻ്റെ ആ ഓറിയൻറ്റേഷൻ ക്ലാസ് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻ പേപ്പർ വായിക്കുമ്പോൾ സാർ എടുത്തുന്ന ഓരോ ലൈൻസും നമുക്കതിൽ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. സാറ് റെഫറൻസ് ടെക്സ്റ്റിൽ ഇത്ര വരെ പഠിക്കണം എന്നൊക്കെ പറയുമായിരുന്നു. അപ്പോൾ അതൊക്കെ കറക്റ്റ് ഞാൻ സാർ എടുത്ത ക്ലാസ് കൂടാതെ ഞാൻ എക്സ്ട്രാ വായിക്കുകയും ചെയ്യുമായിരുന്നു. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ വായിക്കുമ്പോൾ സാറിൻ്റെ ഓരോ വേർഡ്സും അല്ലെങ്കിൽ സാറ് പഠിപ്പിച്ചിരുന്ന കാര്യങ്ങളായിരുന്നു അവിടെ എനിക്ക് കാണാൻ പറ്റിയത്. ഹായ് എവരിവൺ, ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് പാനൂരിൽ നിന്നുള്ള, കണ്ണൂർ ജില്ലയിലെ പാനൂരിൽ നിന്നുള്ള സെറ്റ്നയാണ്. സെറ്റ്ന നമ്മുടെ ഫോറൻസിക് സയന്റിഫിക് ഓഫീസർ പരീക്ഷയിൽ 3ാം റാങ്ക് നേടിയ മിടുക്കിയാണ്. സ്വാഗതം സെറ്റ്ന. നമുക്ക് ആദ്യമായിട്ട് സെറ്റ്നയുടെ പഠന വഴികൾ എല്ലാവരും അറിയാൻ ആഗ്രഹിക്കുന്നതാണ്. PGയോടൊപ്പം അല്ലെ PG കഴിഞ്ഞാലൊക്കെ പെട്ടെന്ന് ജോലി കിട്ടുമോ, അല്ലെ ഒരുപാട് നാളായിട്ട് തയ്യാറെടുക്കുന്ന ആൾക്കാരാണോ, PGയും അതുപോലെ BSc ഒക്കെ ചെയ്തത് എവിടെയാണ്, ഏത് വർഷമാണ് പാസ് ഔട്ട് ആയതെന്ന് പറയാമോ? ഓക്കെ, ഞാൻ MSc ഫിസിക്സ് ഗ്രാജുവേറ്റ് ആണ്. എൻ്റെ BSc കണ്ണൂർ SN കോളേജിലായിരുന്നു. ഞാൻ MSc ചെയ്തത് മർത്തോമ കോളേജ് തിരുവല്ലയിലാണ്. 2022 ഞാൻ പാസ് ഔട്ട് ആവുന്നത്. അതിനുശേഷം ഞാൻ കുറച്ച് കോമ്പറ്റേറ്റീവ് എക്സാംസ്, നെറ്റ്, ഗേറ്റ് അങ്ങനെയുള്ളതൊക്കെ നോക്കിയായിരുന്നു. 2023 ഗേറ്റ് ക്വാളിഫൈഡ് ആണ്. എക്സലന്റ്. അതിനുശേഷമാണ് ഞാൻ ജോബ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള എക്സാംസിലോട്ട് വരുന്നത്. 2023 ഞാൻ ആക്ച്വലി ജോബ് ഓറിയൻറ്റഡ് ആയിട്ട് PSc ഒക്കെ നോക്കി തുടങ്ങുന്നത്. എൻ്റെ ആദ്യത്തെ PSc ഡയറി ഫാം ഇൻസ്ട്രക്ടർ ആയിരുന്നു. അതിൽ മെയിൻ ലിസ്റ്റിൽ 185ാമത്തെ റാങ്ക് ഉണ്ട്. അതിനുശേഷമാണ് സയൻറ്റിഫിക് ഓഫീസർ പോസ്റ്റ് വിളിക്കുന്നതും ഞാൻ I+ ജോയിൻ ചെയ്യുന്നതും അവിടെയുള്ള ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്ത് എക്സാം എഴുതുന്നു. അതിൽ ഇപ്പോൾ 3rd റാങ്ക് വന്നിട്ടാണ് ഉള്ളത്. അപ്പോൾ അറ്റൻഡ് ചെയ്ത 2ാമത്തെ പരീക്ഷയിലായിരുന്നല്ലേ? പ്രിപ്പറേഷൻ തുടങ്ങിയ 2 വർഷത്തിനുള്ളിൽ തന്നെ ഒരു റാങ്ക് ലിസ്റ്റിൽ, അതും ടോപ്പ് പൊസിഷനിൽ എത്താൻ സാധിച്ചല്ലേ? എന്തായിരുന്നു ഈ പ്രിപ്പറേഷൻ ജേർണിയിലേക്ക് എത്തിച്ച റീസൺ? എന്തുകൊണ്ട് PSCയിൽ ഉറച്ചു നിന്നു? രണ്ടും ഇമ്പോർട്ടൻ്റാണ്. പലരും PSC പഠിച്ചു തുടങ്ങുമെന്ന് ഉപേക്ഷിക്കും. സെറ്റ്ന എങ്ങനെ ഇതിലേക്ക് എത്തി? എന്തുകൊണ്ടാണ് അത് കണ്ടിന്യൂസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ മോട്ടിവേറ്റ് ചെയ്തത്? എനിക്ക് കേരളത്തിൽ തന്നെ ഒരു ജോലി വേണം, അങ്ങനെ ഒരു കോൺസെപ്റ്റ് ആയിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഞാൻ കേരള PSCയിലോട്ട് വരുന്നത്. പിന്നെ സയൻസ് ഓറിയൻറ്റഡ് PSCs ആകുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ബെനിഫിറ്റ് ആയിരിക്കുമല്ലോ. അങ്ങനെയാണ് ഞാൻ PSCയിലോട്ട് വരുന്നത്. പിന്നെ എന്തുകൊണ്ട് PSC വിട്ടില്ലെന്ന് ചോദിച്ചാൽ, ഒരു ജോബ് കിട്ടണം എന്നുള്ളതാണല്ലോ ഗോൾ. അപ്പോൾ ആ ഗോൾ എത്തുന്നതുവരെ നമ്മൾ ശ്രമിച്ചുകൊണ്ട് നിൽക്കണമല്ലോ. അതുതന്നെയായിരുന്നു ഏറ്റവും വലിയ മോട്ടിവേഷൻ. പിന്നെ അച്ഛൻ എപ്പോഴും പറയുമായിരുന്നു ഒരു നല്ല ജോലിയിലെത്തണം, അപ്പോൾ ആ ഒരു എത്തുന്നത് വരെ പഠിക്കാം എന്നുള്ള ഒരു ഇതിലാണ് PSCയിലോട്ടേക്ക് ഇറങ്ങിയത്. അച്ഛൻ ഇപ്പോൾ നമ്മളോടൊപ്പം ഇല്ല, ഒരു സ്വപ്നം നിറവേറ്റുക എന്നുള്ളതായിരുന്നു അല്ലേ ഉള്ളിലെ ആഗ്രഹം? എപ്പോഴും ഒരു ബേണിംഗ് ഡിസയർ, നല്ലൊരു റിസൾട്ടിലേക്ക് എത്താൻ വേണമെന്ന് ഞാൻ കുട്ടികളോടും പറയാറുണ്ട്. സെറ്റ്ന, ഈ പഠിച്ച വഴികളിൽ എന്തായാലും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളോടൊപ്പം ചില ഡൗൺ ആയിട്ട് പോയിട്ടുള്ള സമയങ്ങളും ഉണ്ടാവും. ഇപ്പോൾ ഞങ്ങളിവിടെ വന്നപ്പോൾ ഇൻട്രോ ആയിട്ട് സെറ്റ്ന പറയുന്നുണ്ടായിരുന്നു, സാറ് വിളിച്ച് റാങ്ക് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ I+ വിളിച്ചപ്പോഴാണ് അറിഞ്ഞത് കുറച്ചൊരു ഡൗൺ ആയിരുന്ന സമയമാണെന്ന് എന്നോട് സൂചിപ്പിച്ചായിരുന്നു. എങ്ങനെയാണ് ഈ സമയങ്ങളെയൊക്കെ അതിജീവിച്ചത്? എന്തൊക്കെയായിരുന്നു ഡൗൺ ആയ കാരണം? കാര്യം ഇത് ഇൻ്റർവ്യൂ കാണുന്ന കുട്ടികളിൽ കൂടുതൽ പേരും പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ സെറ്റ്നയെ പോലെ തന്നെ നന്നായി പഠിക്കുന്ന സമയങ്ങളുണ്ടാവും, ചിലപ്പോൾ നമുക്ക് പഠിക്കാൻ പറ്റാത്ത, ചിലപ്പോൾ മനസ്സൊന്നും മടുക്കുന്ന നേരങ്ങളുണ്ടാവും. അതിനെയൊക്കെ എങ്ങനെ അതിജീവിച്ചു? അങ്ങനത്തെ സമയങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഉണ്ടായിരുന്നു. എനിക്ക് ലാസ്റ്റ് മൊമെൻ്റ് വരെ ഇത്തരം സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നു. മെയിനായിട്ട് നമ്മുടെ സൊസൈറ്റിന്നോ അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന ക്വസ്റ്റ്യൻസ്. അപ്പോൾ അത് കുറച്ച് ഡിഫിക്കൽട്ടായിരുന്നു. പിന്നെ അതല്ലല്ലോ നമുക്ക് പഠിക്കണം അല്ലെങ്കിൽ ജോലി വാങ്ങണം, അതാണല്ലോ അൾട്ടിമേറ്റ് ഗോൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരം ചോദ്യങ്ങൾ വരുമ്പോൾ എങ്ങനെ അതിനെ ഫേസ് ചെയ്യണമെന്ന് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ ഞാൻ ഓർത്ത് വെച്ച്, അല്ലെങ്കിൽ അതിനൊരു പ്രിപ്പയർഡ് ആയിരുന്നു. അപ്പോൾ ത്രൂ ഔട്ട് ദ ജേണി ആ ഒരു മോട്ടിവേഷൻ അങ്ങനെ തന്നെ കീപ്പ് ചെയ്തു. പിന്നെ അതുൽ സാറാണെങ്കിലും സാറ് ഇടയ്ക്കിടയ്ക്ക് മോട്ടിവേഷൻ ക്ലാസ്സിലാണെങ്കിലും ലൈവ് സെക്ഷനിലാണെങ്കിലും പറയുമായിരുന്നു. അപ്പം അതൊക്കെ കേൾക്കുമ്പം
ഒന്ന് ഡൗൺ ആകുമ്പോൾ പിന്നെയും നമ്മൾ അപ്പാവും. അപ്പോൾ ആ ഒരു ഇതിലാണ് ത്രൂ ഔട്ട് പോയിക്കൊണ്ടിരുന്നത്. പിന്നെ ഇടയ്ക്ക് എനിക്കൊരു ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ വന്നിട്ട് ഇതിൻ്റെ പ്രിപ്പറേഷനിൽ തന്നെ ഒരു 2 months ബ്രേക്ക് വന്നായിരുന്നു. അപ്പോൾ പിന്നെ എനിക്ക് പഠിക്കുമ്പോൾ എന്നെക്കൊണ്ട് പറ്റുമോ, ഞാൻ ഓൾറെഡി പഠിച്ചതൊക്കെ മറന്നു പോവും, അങ്ങനെയുള്ള കുറേ ടെൻഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്താണ് അലൻ സാറിൻ്റെ ഡെയിലി മോട്ടിവേഷൻ ആക്ച്വലി വരാറുണ്ടെങ്കിലും ഞാൻ ആദ്യമൊന്നും കേട്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ പിന്നെ അങ്ങോട്ട് ഞാൻ പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് ആ വോയിസ് ആയിരുന്നു കേട്ടോണ്ടിരുന്നത്. അപ്പോൾ അത് പിന്നെ കുറേ അങ്ങോട്ട് അത് നമുക്ക് ഫസ്റ്റ് തന്നെ ഒരു നല്ല സാർ നല്ല സ്റ്റോറീസ് പറയും, കുറേ നല്ല വേർഡ്സ് പറയും. അപ്പോൾ തന്നെ അതൊരു മോട്ടിവേഷനായിരുന്നു. അങ്ങനെയാണ് ത്രൂ ഔട്ട് പോയത്. പിന്നെ എക്സാമിൻ്റെ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തും ഭയങ്കര ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ഒരു സ്പോർട്സ് സ്കൂളായിരുന്നു. അപ്പോൾ നോയ്സിൻ്റെ ഇഷ്യൂവും കോൺസെൻട്രേഷൻ്റെ ഇഷ്യൂ ഒക്കെ ആദ്യം വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതൊക്കെ കഴിഞ്ഞിട്ടും ഫൈനലി നല്ലൊരു റിസൾട്ട് കിട്ടാൻ പറ്റി. പിന്നെ അവരൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് ഞാൻ എന്തായാലും റാങ്ക് വരുന്നൊന്നും ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായില്ല. പക്ഷെ നിങ്ങൾ വിളിച്ച് പറയുമ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ വിശ്വസിക്കാനായിട്ടുണ്ടായില്ല. ഒത്തിരി സന്തോഷം. നമ്മുടെ അധ്യാപന ജീവിതത്തിലൊക്കെ വളരെ വലിയൊരു സന്തോഷം എന്ന് പറയുന്നത് ഈ കുട്ടികളുടെ ആ മുഖത്തെ ഒരു തിളക്കവും കണ്ണിലെ ഒരു ചെറു നനവും ഒക്കെ കാണുമ്പോഴാണ്. ഞാനെപ്പോഴും നമ്മുടെ സ്റ്റാഫിനോടായാലും നമ്മുടെ കൂടെയുള്ള നിതിൻ സാറിനോടും ജ്യോതിഷ് സാറിനോടും അതുൽ സാറിനോടും ഒക്കെ ഞങ്ങൾ പറയുന്നൊരു കാര്യം, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സന്തോഷം വിജയത്തിലേക്ക് ജോലിയിലേക്കൊക്കെ നടന്നു കയറുന്നത് നമ്മുടെ വിദ്യാർത്ഥികളാണെന്നുള്ളത്. ഏറ്റവും എളുപ്പമുള്ള അല്ലെങ്കിൽ I+ന്റെ കോച്ചിങ്ങിൽ ഏറ്റവും ഇഫക്റ്റീവായിട്ട് തോന്നിയ കുറേ കാര്യങ്ങൾ എന്നോട് പറഞ്ഞു ഓൾറെഡി. നമ്മുടെ മോട്ടിവേഷൻ ആയാലും മെന്റർഷിപ്പ് ആണെങ്കിലും അതുൽ സാറിൻ്റെ സെഷൻസും ലൈവ് ക്ലാസ്സുകളും ഒക്കെ. അതോടൊപ്പം ഏറ്റവും പഠിക്കാനായിട്ട് ഏറ്റവും ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? എനിക്ക് ആക്ച്വലി പഠിക്കാൻ ക്വസ്റ്റ്യൻസ് എന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തു. ഞാൻ റിവിഷൻ ചെയ്യാൻ കുറച്ച് പിറകിലോട്ടുള്ള ആളാണ്. അപ്പോൾ ക്വസ്റ്റ്യൻസ് PDF ആയിട്ട് ടെസ്റ്റ് കഴിഞ്ഞാൽ PDF ആയിട്ട് ക്വസ്റ്റ്യൻസ് ഇടാറുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ റിവൈസ് ചെയ്തത്. പിന്നെ ആക്ച്വലി I+ന്റെ റെക്കോർഡഡ് സെക്ഷൻസൊക്കെ അരമണിക്കൂർ അങ്ങനെ ഉള്ളതുകൊണ്ട് നമുക്ക് ഭയങ്കര ബേൺ ഔട്ട് ആവാതെ കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. പിന്നെ അതുൽ സാറിൻ്റെ ക്ലാസ്സസ്, പിന്നെ ലൈവ് സെക്ഷൻസ് നല്ല എഫക്റ്റീവ് ആയിരുന്നു. കുറേ കുട്ടികളൊക്കെ ആയിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ അത് ഒരു വീക്ക്ലി ഒക്കെ കിട്ടാറുണ്ടായിരുന്നു. അപ്പോൾ അത് ആക്ച്വലി നല്ല എഫക്റ്റീവ് ആയിരുന്നു. പിന്നെ ഇന്റർവ്യൂ പ്രിപ്പറേഷൻ ഞാൻ കുറച്ച് നെർവസ് ചോദിക്കാൻ വന്നതും അതേ ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു. ഇന്റർവ്യൂ പ്രിപ്പറേഷൻ I+നോടൊപ്പം ഉണ്ടായിരുന്നല്ലോ, അത് എങ്ങനെയുണ്ടായിരുന്നു? എനിക്ക് എങ്ങനെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യണം എന്നതിനെക്കുറിച്ച് വലിയ ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഡയറി ഫാം ഇൻസ്ട്രക്ടറിൻ്റെ ഇൻ്റർവ്യൂ I+ കണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഉറപ്പായിരുന്നു ഇതിനും I+ അങ്ങനെ ഒരു ക്ലാസ് തരും. അപ്പോൾ നല്ല രീതിയിൽ എനിക്ക് കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാനായാലും ഒക്കെ നല്ല രീതിയിൽ I+ന്റെ ആ ഓറിയൻറ്റേഷൻ ക്ലാസ് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ പറഞ്ഞു തരും. അത് അതേപോലെ തന്നെ മിക്ക ക്വസ്റ്റ്യൻസും അവർ ചോദിച്ചിട്ടും ഉണ്ടായിരുന്നു. ഇന്റർവ്യൂവിൽ എനിക്ക് കിട്ടാവുന്നതിന്റെ മാക്സിമം സ്കോർ കിട്ടിയിട്ടുണ്ടായിരുന്നു. 13 തന്നെ കിട്ടിയായിരുന്നു. അത് I+ന്റെ ആ ഒരു ഓറിയൻറ്റേഷൻ ക്ലാസ് കൊണ്ട് തന്നെയാണ്. ഒരുപാട് സന്തോഷം. ഇതൊക്കെ നിങ്ങളിലേക്ക് എത്തുന്നു, കുട്ടികൾക്ക് അതെല്ലാം പൂർണ്ണമായിട്ട് പ്രയോജനപ്പെടുന്നു. ഇന്റർവ്യൂ 13 വാങ്ങുന്നത് വളരെ നല്ല കാര്യം. ചിലപ്പോൾ റാങ്ക് മുകളിലേക്ക് എത്താൻ തന്നെ അത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവും ഞാൻ കരുതുന്നു, അല്ലേ? അതെ. നമ്മുടെ തന്നെ സ്ഥാപനത്തിൽ പഠിച്ച ആൾക്കാണ് സെക്കൻഡ് റാങ്കും കിട്ടിയത്. ഫസ്റ്റ് റാങ്ക് സെക്കൻഡ് റാങ്ക് ഒരേ മാർക്കാണ്. നമ്മുടെ കുട്ടിക്ക് ഇന്റർവ്യൂവിൽ 13 ഫസ്റ്റ് റാങ്കിലുള്ള ആൾക്ക് 12 ആയിരുന്നു. ഏജിന്റെ ഡിഫറൻസ് മാത്രമാണ് ഫസ്റ്റ് റാങ്ക് ആയത്. അപ്പം ഞാൻ ഓർക്കായിരുന്നു ഇന്റർവ്യൂ വളരെ റെലവൻ്റ് ആണെന്നുള്ളത്. നിങ്ങളും പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ ഓർക്കുക, ഷോർട്ട് ലിസ്റ്റ് വരുന്നത് മാത്രമല്ല, ഇന്റർവ്യൂ നന്നായി പ്രിപ്പയർ ചെയ്ത ടോപ്പ് റാങ്കിലേക്ക് എത്താൻ വേണ്ടി മാർക്ക് സ്കോർ ചെയ്യുന്നതും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആട്ടോ. അത്യാവശ്യം നല്ല നിലവാരമുള്ളൊരു പരീക്ഷയായിരുന്നു ഇത്തവണ കഴിഞ്ഞ എക്സാം. കുട്ടികളുടെ ഒരു ഫീഡ്ബാക്ക് വെച്ചിട്ട് ചോദ്യങ്ങളുടെ നിലവാരം എങ്ങനെയുണ്ടായിരുന്നു? പ്രത്യേകിച്ച് ഫിസിക്സ് ഫോക്കസ് ചെയ്ത് എങ്ങനെയാണ് പഠിച്ചെടുത്തത്? നല്ല നിലവാരമുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അപ്പം പക്ഷേ ശരിക്കും പറഞ്ഞാൽ I+ന്റെ ഗൈഡൻസ് ഫോളോ ചെയ്തുകൊണ്ട് അതുൽ സാറിൻ്റെ ക്ലാസ്സൊക്കെ ഫോളോ ചെയ്തുകൊണ്ട് എനിക്ക് വലിയൊരു ടഫായിട്ട് തോന്നിയിട്ടുണ്ടായില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാർ എടുത്തുതന്ന അത്രയും സാറ് ഇവിടെ വരെ ഓരോ പോർഷൻസും സാറ് എക്സ്ട്രാ ടെസ്റ്റൊക്കെ റെഫർ ചെയ്തിട്ടായിരുന്നു ഞങ്ങൾക്ക് എടുത്തു തന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ വായിക്കുമ്പോൾ സാർ എടുത്തുതന്ന ഓരോ ലൈൻസും നമുക്കതിൽ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. സാറ് റെഫറൻസ് ടെക്സ്റ്റിൽ ഇത്ര വരെ പഠിക്കണം എന്നൊക്കെ പറയുമായിരുന്നു. അപ്പോൾ അതൊക്കെ കറക്റ്റ് ഞാൻ സാർ എടുത്ത ക്ലാസ് കൂടാതെ ഞാൻ എക്സ്ട്രാ വായിക്കുകയും ചെയ്യുമായിരുന്നു. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ വായിക്കുമ്പോൾ സാറിൻ്റെ ഓരോ വേർഡ്സും അല്ലെങ്കിൽ സാറ് പഠിപ്പിച്ചിരുന്ന കാര്യങ്ങളായിരുന്നു അവിടെ എനിക്ക് കാണാൻ പറ്റിയത്. അതുകൊണ്ട് എനിക്ക് വലിയ ടഫായിട്ട് തോന്നിയിട്ടില്ല. പക്ഷേ നല്ല സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ ചോദ്യങ്ങൾ തന്നെയായിരുന്നു. സാർ അത് കൂടുതൽ എളുപ്പമാക്കി എന്ന് പറയുന്നതായിരിക്കും ശരി. ഓക്കെ.
അതുപോലെ സാർ എപ്പോഴും പറയുന്ന ഒരു ഡയലോഗ് എന്നെ ഓർമ്മപ്പെടുത്തിയായിരുന്നു അല്ലേ? അതെ, സാറ് ഓറിയന്റേഷൻ ക്ലാസ് പറഞ്ഞായിരുന്നു. പിന്നെ ആദ്യത്തെ 5 റാങ്കിൻ്റെ ഉള്ളിൽ വരാൻ വേണ്ടിയിട്ട് വേണം നമ്മൾ പഠിക്കാൻ. അപ്പോൾ ആദ്യം കേട്ടപ്പോൾ ഞാൻ വിചാരിച്ച് ഇങ്ങനെ വിചാരിച്ചു കഴിഞ്ഞാൽ പഠിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ അങ്ങനെ ഞാൻ കുറച്ച് സില്ലി ആയിട്ടായിരുന്നു സ്റ്റാർട്ട് ചെയ്തത്. പിന്നെയും നെക്സ്റ്റ് ഓറിയന്റേഷൻ ക്ലാസ്സിൽ സാറ് ഇതൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ആലോചിച്ച് എന്തുകൊണ്ട് 5ൻ്റെ ഉള്ളിൽ വന്നാലും ഇല്ലെങ്കിലും അതിനുള്ള എൻ്റെ ഭാഗത്തു നിന്നുള്ള എഫേർട്ട് ഞാൻ ഇട്ട് കഴിഞ്ഞാൽ ഓക്കെ അല്ലേ എന്ന് ഞാൻ വിചാരിച്ചായിരുന്നു. ഞാൻ ആക്ച്വലി ഒരു സ്റ്റിക്കി നോട്ടിൽ 1 to 5 എന്ന് എഴുതി ഒട്ടിച്ചൊക്കെ വെച്ചായിരുന്നു. അപ്പോൾ പഠിക്കുമ്പോൾ കാണാൻ പറ്റുമായിരുന്നു. അപ്പോൾ എല്ലാ പ്രാവശ്യവും നോക്കുമ്പോൾ ഇങ്ങനെ ആലോചിക്കുമായിരുന്നു, സാറിൻ്റെ ആ വോയിസ് ഇങ്ങനെ വരുമായിരുന്നു. അതോടുവില് റിസൾട്ടിലേക്ക് എത്തിയല്ലേ? കറക്റ്റ് ആ നടുക്ക് തന്നെ എത്തി, 3ാമത്തെ റാങ്ക് ആയിട്ട്. വിഷ്വലൈസേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നമ്മൾ എന്തായാലും ഒരു കാര്യത്തിന് വേണ്ടി ശ്രമിക്കുകയാണ്. അപ്പോൾ അത് പോസിറ്റീവായിട്ട് എന്തുകൊണ്ട് ചിന്തിച്ചുകൂടാ? കിട്ടുമെന്ന് ചിന്തിച്ചാലും കിട്ടില്ല എന്ന് ചിന്തിച്ചാലും നമ്മുടെ പ്രിപ്പറേഷനിൽ പ്രകടമായ വ്യത്യാസമൊന്നുമില്ല. നല്ലതിന് വേണ്ടി ആഗ്രഹിക്കുക, ഒരു പരമാവധി പരിശ്രമത്തിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുമല്ലോ. ഇനി ഈ വീഡിയോകളൊക്കെ കാണുന്ന നമ്മുടെ PSC പരീക്ഷകൾക്കായിട്ടൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ആയിരക്കണക്കിന് വിദ്യാർത്ഥികളുണ്ടാവും. അവരോട് സെറ്റ്നയുടെ എക്സ്പീരിയൻസിൽ നിന്ന് പറയാനുള്ള, പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങളൊന്ന് പറയാമോ? അതായത് നമ്മളിപ്പോൾ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ ആദ്യം സിലബസ് എന്താണെന്ന് മനസ്സിലാക്കുക, നമ്മുടെ വീക്ക് ഏരിയാസ് മനസ്സിലാക്കുക, അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് ഫോക്കസ് ചെയ്യുക. പിന്നെ ഒരു മെൻറ്ററിൻ്റെ സപ്പോർട്ട് തേടുക. പിന്നെ റിവിഷനൊക്കെ മസ്റ്റാണ്, അതൊക്കെ ചെയ്യുക. മാക്സിമം ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് പഠിക്കുക. പിന്നെ നമ്മൾ ത്രൂ ഔട്ട് ദ ജേണി മോട്ടിവേറ്റഡ് ആയിട്ടിരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തായാലും ഒരു നല്ല റിസൾട്ട് എന്തായാലും കിട്ടും. താങ്ക് യു സെറ്റ്ന, വീട്ടിലേക്ക് ഞങ്ങളെ സ്വീകരിച്ചതിനും നമ്മുടെ നോർത്തേൺ സൈഡിലോട്ട് പ്രത്യേക ഒരു ആതിഥ്യ മര്യാദയും സ്നേഹവുമാണ്. ഞങ്ങളെ ഇത്രയും വാമായിട്ട് വെൽക്കം ചെയ്തതിനും ഇന്ന് ഈ ഇൻ്റർവ്യൂവിന് നമുക്ക് ഓപ്പണായിട്ട് സംസാരിക്കാൻ ഒരു അവസരമൊക്കെ കിട്ടിയതിന് ഒത്തിരി നന്ദി. മുന്നോട്ടുള്ള ജേർണിയിലും പെട്ടെന്ന് തന്നെ അഡ്വൈസ് ലഭിച്ച് ജോലിയിൽ പ്രവേശിക്കാനാവട്ടെ. ഇവിടം കൊണ്ട് നിർത്തരുത്, പ്രിപ്പറേഷനൊക്കെ ഇനിയും തുടരുക, പരീക്ഷകൾക്കായിട്ട് തയ്യാറെടുക്കുക. ഓൾറെഡി ഒരു ബേസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഗേറ്റ് ക്വാളിഫൈഡ് ആയി എന്ന് പറഞ്ഞു അല്ലേ? ഇനിയും നെറ്റിലേക്കും കൂടുതൽ വിജയങ്ങളിലേക്കും ഒക്കെ എത്തിച്ചേരാൻ സാധിക്കട്ടെ. അതിനൊരു ഊർജ്ജമാവട്ടെ ഈ വിജയം എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.